മുനമ്പം കേസിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് 1970 നൽകിയ സത്യവാങ്മൂലത്തിന്റെ പകർപ്പ് പുറത്ത്. മുനമ്പത്തെ ഭൂമി വഖഫാണെന്ന് പറവൂർ സബ് കോടതിയിൽ ഫറൂഖ് കോളേജ് നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഭൂമി ദാനമാണെന്ന കോളേജിന്റെ വാദം തള്ളുന്നതാണ് ഈ രേഖ. ഷഹീദ് വിവരങ്ങളുമായിട്ട്. ഷഹീദ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പുറത്തു വരുന്നത്. ഫറൂഖ് കോളേജിന്റെ ഭാഗത്തു നിന്ന് അവിടുത്തെ താമസക്കാർക്ക് അനുകൂലമായ ഒരു സമീപനമായിരുന്നെങ്കിൽ, പക്ഷേ നിയമപരമായി അത് 70കളിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അങ്ങനെയല്ല, അത് വഖഫാണ് എന്ന് തന്നെ വ്യക്തമാക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഈ കോളേജ് അധികൃതർ ഇങ്ങനെ ഒരു നിലപാട് മാറ്റം ഈ സമയത്ത് എടുത്തതും ഈ സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ദിനേശ്, മുനമ്പം ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള കേസിൽ 70ൽ പറവൂർ സബ് കോടതിയിൽ നടന്ന ആ കേസിലാണ് ഫറൂഖ് കോളേജ് സത്യവാങ്മൂലം നൽകിയത്. ഈ സത്യവാങ്മൂലത്തിലാണ് ആ ഭൂമി, മുനമ്പത്തെ ഭൂമി വഖഫാണെന്നുള്ള പരാമർശവും അത്തരമൊരു വാദവും ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ വഖഫ് ട്രിബ്യൂണലിൽ കഴിഞ്ഞ ദിവസം നടന്ന വാദത്തിൽ വഖഫ് ബോർഡിന്റെ അഭിഭാഷകൻ ഇക്കാര്യം കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ രേഖ അന്ന് ഫറൂഖ് കോളേജ് പറവൂർ സബ് കോടതിയിൽ നൽകിയ ഈ മുനമ്പത്തെ ഭൂമി വഖഫാണെന്ന് നൽകിയിരിക്കുന്ന അവരുടെ വാദമുള്ള സത്യവാങ്മൂലം കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഫറൂഖ് കോളേജ് വാദിക്കുന്നത് ഈ ഭൂമി വഖഫല്ല എന്നുള്ള വാദമാണ് ഉന്നയിക്കുന്നത്. അതായത് അത് ഗിഫ്റ്റായി നൽകിയതാണ്, ദാനമായി ലഭിച്ചിരിക്കുന്നതാണെന്നുള്ള വാദമാണ് വഖഫ് ബോർഡിൽ ഫറൂഖ് കോളേജ് ഉന്നയിക്കുന്നത്. പക്ഷേ 67ലെ കേസിൽ നൽകിയ സത്യവാങ്മൂലം ഇതിന് വിപരീതമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കോടതി ഇത് ഏത് രീതിയിലായിരിക്കും ഇക്കാര്യം പരിഗണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു കാര്യം. അതായത് ഫറൂഖ് കോളേജ് ഇപ്പോൾ മുൻപോട്ട് വെച്ചിരിക്കുന്ന വാദത്തെ തള്ളുന്നത് തന്നെയാണ് നേരത്തെ ഫറൂഖ് കോളേജ് പറവൂർ സബ് കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം. ഈ റിപ്പോർട്ട് പരിഗണിച്ചാണ്, ഈ 70ൽ ഫറൂഖ് കോടതി നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് പറവൂർ സബ് കോടതി അന്ന് ഇത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഫറൂഖ് കോളേജിനാണെന്ന് കണ്ടെത്തി, ഇത് വഖഫ് ഭൂമിയാണെന്ന് കണ്ടെത്തിയുള്ള വിധി പ്രഖ്യാപിച്ചിരുന്നത്. ഈ വിധിയിൽ അന്ന് മുനമ്പം നിവാസികൾ നൽകിയ അപ്പീലിൽ ഹൈക്കോടതി പറവൂർ സബ് കോടതിയുടെ വിധി അത് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു മേൽവിധിയും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഏതായാലും ഈ ഫറൂഖ് കോളേജ് ഇപ്പോൾ എടുത്ത നിലപാട് നേരത്തെ ഫറൂഖ് കോളേജ് സ്വീകരിച്ചിരുന്ന നിലപാടല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന രേഖകൾ.